മുഖ്യമന്ത്രിയാകണമെന്ന തരത്തിൽ പലയിടത്തും ഫ്ലക്സ് ബോർഡുകളൊക്കെ വന്നിട്ടുണ്ട്. യഥാർത്ഥത്തിൽ കോൺഗ്രസ് രീതിയാണ്. KPCC പ്രസിഡന്റ് അത്തരത്തിലുള്ള എല്ലാ സോഷ്യൽ മീഡിയ ക്യാമ്പയിനും ഉൾപ്പെടെയുള്ള ഇതെല്ലാം വിലക്കിയിട്ടുണ്ട്. അപ്പം ഞാനും അത് ആ വിലക്ക് മാനിക്കേണ്ട ആളാണ്. പ്രതിസന്ധി വലിയ രൂക്ഷമായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ലോഡ് ഷെഡിംഗ് ഉണ്ടാവില്ല എന്നത് ഒരു വലിയ അവകാശവാദ പ്രഖ്യാപനം കൂടിയായിരുന്നു LDFന്റെ ഭാഗത്ത്. ഇടതുമുന്നണി ഗവൺമെന്റ് ഏറ്റവും കൂടുതൽ കൊട്ടിഘോഷിച്ചുകൊണ്ട് വന്നത് കേരളത്തിൽ ലോഡ് ഷെഡിംഗ് ഉണ്ടായിരുന്നില്ല എന്നാണ്. എന്നാൽ ഇന്ന് കേരളത്തിൽ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി അപ്രഖ്യാപിതമായ ലോഡ് ഷെഡിംഗ് നടക്കുകയാണ്. പല സ്ഥലങ്ങളിലും രാത്രികാലങ്ങളിലും പകൽ സമയങ്ങളിലും കറണ്ടില്ല. അവരെ ഫോൺ ചെയ്ത് ചോദിച്ചാൽ പോലും ആരും വന്ന് നന്നാക്കുന്നില്ല. അപ്പം അപ്രഖ്യാപിതമായ ലോഡ് ഷെഡിംഗ് കേരളത്തിൽ സർവ്വസാധാരണമായി മാറിയിരിക്കുകയാണ്. ജനങ്ങൾ ചുട്ടുപൊള്ളുകയാണ്. ആളുകൾ അനുഭവിക്കുന്ന പ്രയാസങ്ങൾക്കും ദുരിതങ്ങൾക്കും കയ്യും കണക്കുമില്ല. അപ്പോൾ LDF ഗവൺമെന്റിന്റെ അവകാശവാദങ്ങൾ പൊള്ളയാണ് എന്ന് ഇതിലൂടെ തെളിയിക്കുകയുണ്ടായി. എല്ലാ സ്ഥലങ്ങളിലും എഴുതി വെച്ചിരുന്നു ലോഡ് ഷെഡിംഗ് ഇല്ലാത്ത 10 വർഷമെന്ന്. ഇപ്പം അത് വെറും പൊള്ളയാണ് എന്ന് ജനങ്ങൾക്ക് ബോധ്യപ്പെടുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. 2-3 കാര്യങ്ങൾ എനിക്ക് പറയാം. ഒന്ന്, ചൂട് കൂടുന്നതോടുകൂടി പല സ്ഥലങ്ങളിലും പാമ്പ് കടി വ്യാപകമായിരിക്കുകയാണ്. കുട്ടികൾക്ക് ആണ് കൂടുതലും പാമ്പ് കടി ഏൽത്തുകൊണ്ടിരിക്കുന്നത്. അത് പല സ്ഥലത്തും ചെന്നാൽ ആന്റിവെനിൻ കിട്ടാനില്ല, ചികിത്സ കിട്ടാനില്ല എന്നുള്ള പരാതി സർവ്വസാധാരണമായി മാറിയിരിക്കുന്നു. അപ്പോൾ ഇതിന് അടിയന്തരമായ നടപടി ഗവൺമെന്റ് സ്വീകരിക്കണം. പ്രത്യേകിച്ച് ഈ ആശുപത്രികളിൽ ഈ പാമ്പ് കടി ഏൽക്കുന്ന ആളുകൾക്ക് ആന്റിവെനിൻ കൊടുക്കാനും മറ്റ് ചികിത്സാ സംവിധാനം ഏർപ്പെടുത്താനും നടപടി ഉണ്ടാകണം. പല സ്ഥലങ്ങളിലും ഈ ചൂട് കൂടുന്നതോടുകൂടി പണ്ടൊക്കെ എല്ലായിടത്തും ഗവൺമെന്റ് തന്നെ ശുദ്ധജലം കൊടുക്കാനുള്ള നടപടികളൊക്കെ ഉണ്ടാകുമായിരുന്നു, തണ്ണീർപ്പന്തലുകൾ ഉണ്ടാകുമായിരുന്നു. ഇപ്പോൾ ഇതൊന്നുമില്ല, ആരും കേൾക്കാനും കാണാനും ഇല്ലാത്ത അവസ്ഥയിലാണ്. സ്ഥിതി വളരെ ഗുരുതരമാണ്. ജനങ്ങൾ വളരെയേറെ കുടിവെള്ളം കിട്ടാതെയും കറണ്ടില്ലാതെയും ഒക്കെ ജനങ്ങൾ കഷ്ടപ്പെടുന്ന ഒരവസ്ഥയാണ് നിലവിലുള്ളത്. ഈ പൊട്ടിമുളച്ചവരല്ല എന്ന എല്ലാ വേദിയിലും ഓർമ്മപ്പെടുത്തേണ്ട ഒരു സാഹചര്യമായിട്ടാണ് കാര്യങ്ങൾ പോകുന്നത്. സോഷ്യൽ മീഡിയയിലടക്കം ആ രീതിയിൽ ഇപ്പൊ അങ്ങ് പ്രസംഗത്തിൽ നേതാക്കൾ പൊട്ടിമുളച്ചവരല്ല, അങ്ങനെ സോഷ്യൽ മീഡിയയിലൊക്കെ സോഷ്യൽ മീഡിയയിലൂടെ ഒരു പരാമർശവും നടത്തരുതെന്ന് KPCC പ്രസിഡന്റ് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അതുമായി ബന്ധപ്പെട്ട ഒരു പരാമർശത്തിന് ഞാൻ തയ്യാറാണ്. താങ്കൾ അടക്കം ഇങ്ങനെ പൊട്ടിമുളച്ചവരല്ല, ഞങ്ങൾ പാരമ്പര്യം KSUവിന്റെ ആയിട്ടുള്ള ചരിത്രം വീണ്ടും വീണ്ടും ആവർത്തിക്കേണ്ട ഒരു കാര്യം പോലെ KSUവിന്റെ പറഞ്ഞ VM സുധീരൻ പറഞ്ഞതുകൊണ്ട് അതിന് ബാക്കിയായിട്ട് പറഞ്ഞു. മുഖ്യമന്ത്രിയാകണമെന്ന തരത്തിൽ പലയിടത്തും ഫ്ലക്സ് ബോർഡുകളൊക്കെ വന്നിട്ടുണ്ട്. യഥാർത്ഥത്തിൽ കോൺഗ്രസ് രീതിയാണ്. KPCC പ്രസിഡന്റ് അത്തരത്തിലുള്ള എല്ലാ സോഷ്യൽ മീഡിയ ക്യാമ്പയിനും ഉൾപ്പെടെയുള്ള ഇതെല്ലാം വിലക്കിയിട്ടുണ്ട്. അപ്പം ഞാനും അത് ആ വിലക്ക് മാനിക്കേണ്ട ആളാണ്. അതുകൊണ്ട് ഒരു തരത്തിലുള്ള പരാമർശവും ഇതുമായി ബന്ധപ്പെട്ട് ഞാൻ നടത്തിയിട്ടില്ല. നേരത്തെ നടത്തിയിട്ടില്ല, ഇപ്പോഴും നടത്തുന്നില്ല, അത് നടത്താൻ പാടില്ല. സോഷ്യൽ മീഡിയ ടീമും വിഗ്രഹമാക്കുന്നതൊക്കെയുള്ള ചർച്ചകൾ